ഹലോ ഡിയർ ഫ്രണ്ട്സ്, പത്രമാറ്റി സീരിയലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ എപ്പിസോഡ് ആരംഭിക്കുന്നത് തന്നെ മക്കളെ കൊണ്ട് പണി എടുപ്പിച്ചിട്ട് അയാൾക്ക് ജീവിക്കണം, അയാൾക്ക് മിണ്ടാതിരുന്ന് തിന്നണം, അത്ര മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ ജലജ നമ്മുടെ ദേവയാനിയോട് പറയാൻ കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഫോൺ എടുത്തുകൊണ്ട് വന്നിട്ട് അമ്മ എന്ന് വിളിക്കുകയാണ്. മോളെ അവിടെ എന്താ പ്രശ്നം? മോളെ ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്ന് മോളുടെ അച്ഛനും അമ്മയും പറഞ്ഞോ? പറഞ്ഞു. അതിൻ്റെ കാരണം എന്താണെന്ന് ഇങ്ങനെ ചോദിക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കനക മറിഞ്ഞു നിന്ന് ഇവർ രണ്ടാളും സംസാരിക്കുന്നത് കേൾക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും പെട്ടെന്നൊരു വമ്പൻ ട്വിസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. നമ്മുടെ കനക ഓടി വന്നിട്ട് നമ്മുടെ നയനയുടെ കയ്യിൽ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആദർശമോൻ്റെ അമ്മയാണോ എന്ന് ചോദിക്കുക. അതെ, എന്താ മോളെ ഇങ്ങോട്ടേക്ക് വിടാത്തതെന്ന് ഇങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ട്. വിടണ്ടാന്നാ ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്നിങ്ങനെ കനക പറയുക. അതിനൊരു കാരണം വേണമല്ലോ എന്നിങ്ങനെ ദേവയാനി ചോദിക്കുന്നുണ്ടേ. കാരണം ആദർശമോൻ്റെ അമ്മയ്ക്ക് അറിയത്തില്ലേ, നവ്യ മോളുടെ 7ാം മാസത്തെ ചടങ്ങിന് വന്നപ്പോൾ പോലും കൂടെ അമ്മായിയമ്മ മരുമോൾക്കും മോൻ തിരിഞ്ഞല്ലേ നിന്നത്. ദേഷ്യത്തോടെയാണ് ഞങ്ങളുടെ നയന മോളെ നോക്കിയത് സംസാരിച്ചതും. അത് ഇപ്പോഴൊന്നും തുടങ്ങിയ ശീലമല്ലല്ലോ, അവളിവിടെ വന്ന നാളും തൊട്ട് അങ്ങനെ അല്ലായിരുന്നോ? പിന്നെന്തിനാ ഇപ്പോഴൊരു പുതുമ? ഒരു കാരണം പറഞ്ഞിട്ട് അവളവിടെ പിടിച്ചു നിർത്തുന്നത് ശരിയാണോ കനകെ? അങ്ങനെ ഇപ്പം നമ്മുടെ കനക പറയുന്നുണ്ടേ. അങ്ങനെ ഇപ്പം ഞങ്ങൾ ആരെയും ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല എന്നങ്ങ് തീരുമാനിച്ചു. നയന മോളുടെ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 1 വർഷം കഴിഞ്ഞു. എന്നിട്ടും അമ്മായിയമ്മയും മരുമോളും അങ്ങനെ തന്നെയാണ് പോകുന്നതെങ്കിൽ പിന്നെ ഞങ്ങൾ എന്തിനാണ് ഞങ്ങളുടെ മോളെ അങ്ങോട്ടേക്ക് വിടുന്നത്? നിങ്ങളിപ്പോൾ അവളെ ഇങ്ങോട്ടേക്ക് വിടുന്നതും വിടാതിരിക്കുന്നതൊക്കെ നിങ്ങളുടെ കാര്യം. എങ്കിലും അവൾക്കൊരു ഭർത്താവില്ലേ, അവളുടെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുന്ന കഴിവുള്ള ഒരു ഭർത്താവ്. അവളെ വേണമെങ്കിൽ പിന്നെ നിങ്ങൾക്ക് അവളെ അവിടെ പിടിച്ചു നിർത്താൻ പറ്റുമോ? അതൊക്കെ ഞങ്ങളുടെ നയന മോളോട് വളരെ കൃത്യമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ധിക്കരിച്ചിട്ട് പോകാനാണെങ്കിൽ ഞങ്ങളങ്ങ് മറന്നേക്കാനും പറഞ്ഞിട്ടുണ്ട് അവളുടെ അടുത്ത്. അയ്യോ, ഇത് എൻ്റെ തീരുമാനമൊന്നും അല്ല, ഗോവിന്ദേട്ടൻ്റെ തീരുമാനമാണ്. അറിയാലോ അദ്ദേഹത്തിൻ്റെ കാര്യം, ദുർവാശിയൊന്നും ഇല്ലാത്ത ആളാണ്. പക്ഷേ 7ാം മാസം ചടങ്ങിന് നവ്യമോളുടെ ചടങ്ങിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും അവിടുത്തെ സീനുകളെല്ലാം കണ്ടു കഴിഞ്ഞ് ആകെ നെഞ്ചു പൊട്ടിയിട്ടാണ് അദ്ദേഹം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് മടങ്ങി വന്നത്. അർഹതയില്ലാതെയാണ് ഞങ്ങൾ ഞങ്ങളുടെ മക്കളെ അങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്. അതൊരു വലിയ തെറ്റ് തന്നെയാണ്. അപ്പോൾ കാര്യങ്ങൾ മനസ്സിലായ സ്ഥിതിക്ക് ഇനി ആ തെറ്റ് തിരുത്താനാണ് ഞങ്ങളുടെ ഭാവം. അതുകൊണ്ട് ആദർശമോൻ്റെ അമ്മയെ തൽക്കാലം തന്നെ മോളെ അങ്ങോട്ടേക്ക് വിടുന്നില്ല. പിന്നെ ആദർശമോൻ്റെ അമ്മ ഒരു മേജർ സർജറി കഴിഞ്ഞിട്ടിരിക്കുകയല്ലേ, അതിനിടയ്ക്ക് നയനമോൾ അവിടെ വന്ന് ടെൻഷൻ എടുപ്പിക്കാൻ നിൽക്കുന്നതും ശരിയല്ല. ആദർശമോന് മോളെ കാണണമെന്നുണ്ടെങ്കിൽ മോൻ എപ്പോൾ വേണമെങ്കിലും ഇങ്ങോട്ട് വന്നോട്ടെ, ഇവിടെ താമസിച്ചോട്ടെ. അല്ലെങ്കിൽ തന്നെ ഇത് മോൻ എടുത്തു തന്ന വീടല്ലേ. അപ്പോഴത്തേക്കും നമ്മുടെ ദേവയാനി പറയുന്നുണ്ട്, ഭാര്യ വീട്ടിലെ അനന്തപുരിയിലെ പയ്യന്മാർ താമസിക്കാറില്ല. അതൊക്കെ ഞങ്ങൾക്കും പറയാനുള്ളത്. കല്യാണം കഴിപ്പിച്ച് പെൺമക്കൾ വീട്ടിൽ ചെല്ലുമ്പോഴേ അവിടെ അമ്മായിയമ്മയ്ക്ക്, കെട്ടിച്ച ഭർത്താവിൻ്റെ അമ്മയ്ക്ക് അവളെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ലെങ്കിൽ അവൾ ഇവിടെ തന്നെ നിൽക്കട്ടെ. അതുതന്നെ ഞങ്ങൾക്കും പറയാനുള്ളതെന്ന് ഇങ്ങനെ കനക പറയുന്നുണ്ട്. അതുകൊണ്ട് വ്യക്തമായിട്ട് തന്നെ പറയുക, ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങളായിട്ട് തന്നെ തിരുത്തുന്നു. ഇനി ഇതിൻ്റെ പേരിൽ തർക്കത്തിനും വഴക്കിനും ഒന്നും ഞങ്ങളില്ല, വെക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കനക ഫോൺ കട്ട് ചെയ്യുവാണ്. അപ്പോഴത്തേക്കും ദേവേനെ ഹലോ 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 എന്നിങ്ങനെ വെക്കുന്നുണ്ട്. അമ്മ എന്തിനിങ്ങനെ കടുത്ത ഭാഷയിൽ ആദർശേട്ടൻ അമ്മയോട് സംസാരിക്കുന്നത്? ഇപ്പം ഇങ്ങനെയാണ്, എല്ലാത്തിനും ഒരു അവസാനം ഉണ്ടാവണമല്ലോ. അപ്പോഴത്തേക്കും നമ്മുടെ കനക നാടകം കളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുകയാണ്, എത്ര നാളുകൊണ്ട് ഈ അവഗണന എന്നൊക്കെ. അപ്പോഴത്തേക്കും നമ്മുടെ നയന ഇത് കേട്ടോണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും സങ്കടമായിട്ടിങ്ങനെ ആദർശേട്ടൻ്റെ അമ്മയ്ക്ക് ഇപ്പം അത്ര വലിയ ദേഷ്യമൊന്നും എന്നോടില്ല എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ കനക ഇങ്ങനെ നോക്കുന്നുണ്ട്. അത് വെറുതെയാണ്, ഈ പ്രശ്നം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നീ വെറുതെ പറയുന്നതാ. നിൻ്റെ അമ്മായിയമ്മയ്ക്ക് ഇപ്പോഴും തീരാത്ത കനത്ത ദേഷ്യമുണ്ട് എന്നിങ്ങനെ കനക വീണ്ടും പറയുവാണ്. നീ കടൽ കൊടുത്തിട്ടും അവർ മനസ്സിലാക്കാതെ നിന്നെ വെറുക്കുക, അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ഇനി ആദർശമായിട്ടും വിളിക്കുമ്പോൾ എന്താ പറയേണ്ടതെന്നാണ് ഞാനിങ്ങനെ ആലോചിക്കുന്നതെന്ന് ഇങ്ങനെ പറയുക. എന്നാലും നമ്മുടെ കനക പറയുന്നുണ്ട്, അപ്പോഴും നീ ഒന്നും പറയണ്ട, ഗോവിന്ദേട്ടൻ പറഞ്ഞോളും. വീണ്ടും നമ്മുടെ കനക പറയുന്നുണ്ട്, ഞങ്ങളെ ധിക്കരിച്ചുകൊണ്ട് പോകാനാണ് നിൻ്റെ ഭാവമെങ്കിൽ ഞങ്ങൾ മരിച്ചെന്നങ്ങ് നീ വിചാരിച്ചാൽ മതി എന്നൊക്കെ വീണ്ടും പറയുന്നുണ്ട് കേട്ടോ. അമ്മയ്ക്കും അച്ഛനും ഇങ്ങനൊരു മാറ്റം ഉണ്ടായത് എന്താണെന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത്. ഞങ്ങൾക്കൊരു മാറ്റവും ഇല്ല, ഞങ്ങൾ ചെയ്ത തെറ്റ് ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കുന്നു, അത്രേ ഉള്ളൂ. നീ ആദർശമോൻ്റെ ഒപ്പം പോയി കഴിഞ്ഞാൽ ഞങ്ങളും ഈ വീടിൽ നിന്ന് അപ്പം തന്നെ പടിയിറങ്ങും. ഇത് ആദർശമോൻ ഞങ്ങളുടെ പേരിൽ എടുത്തു തന്ന വീടാണ്. ഞങ്ങളിത് കൊടുത്തിട്ട് ഞങ്ങൾ എവിടെയെങ്കിലും വാടക വീട്ടിൽ പോയി താമസിച്ചോളാം. എന്തായാലും ശരി, മരുമോൻ മേടിച്ചിരുന്ന വീട്ടിൽ ഞങ്ങൾ പിന്നെ താമസിക്കത്തില്ല. ഇങ്ങനെയൊക്കെ പറയാനും മാത്രം ഇതിന് മാത്രം എന്താ അമ്മ ഇത്ര ഉണ്ടായത്? ഇതിന് മാത്രം എന്തൊക്കെ കോളിളക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്? ആ സമയത്തില്ലാത്ത ദേഷ്യവും വാശിയും ഒക്കെ ആണല്ലോ അമ്മയ്ക്ക് ഇപ്പോൾ എന്ന് നയന ചോദിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കനക പറയുന്നുണ്ട്, അമ്മയ്ക്ക് മാത്രമല്ല ഗോവിന്ദേട്ടനും നന്ദുവിനും എല്ലാവർക്കും ഉണ്ട് എന്നിങ്ങനെ പറയുവാണ്.
നിനക്കറിയാലോ ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ വിളിച്ച് പറഞ്ഞുകൊണ്ട് നടക്കും വളവിളാന്ന്. അപ്പം അതൊന്നും വലിയ കാര്യമൊക്കെ എടുക്കുന്ന ആളല്ല ഗോവിന്ദേട്ടൻ. എപ്പോഴും ഒന്നും സംസാരിക്കാറുമില്ല. ആ സ്ഥലത്ത് നിന്നെ ഭയങ്കര കാര്യമാണ്. അപ്പോൾ ഗോവിന്ദേട്ടൻ എന്തെങ്കിലും ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ അതിന് കാര്യമില്ലാതിരിക്കത്തില്ല. നിനക്ക് ഭർത്താവും കുടുംബവും വേണമെങ്കിൽ നിങ്ങൾ എന്താണ് തീരുമാനിക്കുന്നത് അതുപോലെ ചെയ്യാം. എന്നാൽ അച്ഛനും അമ്മയും വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തേ പറ്റുള്ളൂ. അപ്പോഴത്തേക്കും നമ്മുടെ നയനെ വീണ്ടും അമ്മ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കനക തിരിഞ്ഞു നോക്കാതെ പോവുകയാണ്. പിന്നെ കാണിക്കുന്ന നമ്മുടെ ദേവേനയാണ്. ദേവേന ഇങ്ങനെ മനസ്സ് തളർന്ന് ഇങ്ങനെ ആലോചിക്കുകയാണ്. അമ്മായിയമ്മ സ്നേഹിക്കാത്ത വീട്ടിലോട്ട് മരുമകൾ വന്നിട്ടും കാര്യമൊന്നുമില്ല എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ നയനെ നമ്മുടെ ഗോവിന്ദനെയും കനകയാണ്. അമ്മായിയമ്മയും മരുമകളും കൂടെ നമ്മളെ ശരിക്കും പറ്റിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു ഇതുകൊണ്ടാവാം രണ്ടാളും നല്ല രീതിയിൽ ഇപ്പോൾ വിഷമിക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുക. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് അതിൻ്റെ പേരിൽ വെറുതെ നമ്മൾ ഡിസ്കസ് ഒന്നും ചെയ്യേണ്ട, വിഷമിക്കുകയൊന്നും വേണ്ട. ആദർശിനോട് പോലും നയന ഇതൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ മനുഷ്യനെ പറ്റിക്കുന്നത് ശരിയല്ലല്ലോ. ആദർശ് മോനോട് പറയണമെന്നൊക്കെ ഉണ്ടാവും ഗോവിന്ദേട്ടാ. പക്ഷേ എല്ലാവരുടെ മുൻപിലും വിളറി വെളുത്ത് നിൽക്കേണ്ടി വരുമല്ലോ എന്നോർത്തിട്ട് അമ്മ മരുമോളെ ചട്ടം കെട്ടിയിട്ടുണ്ടാവും. ഇതിപ്പോൾ പറയരുതെന്ന്. എന്നിട്ട് ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ഗോവിന്ദൻ പറയുകയാണെ എത്ര നന്നായിട്ടാണ് അവർ രണ്ടുപേരും അഭിനയിക്കുന്നത്. നമ്മുടെ മോൾക്ക് ഇത്ര നന്നായിട്ട് അഭിനയിക്കാൻ അറിയുമെന്ന് ഞാൻ ഇപ്പോഴാണ് മനസ്സിലാക്കുന്നത് എന്ന് ഗോവിന്ദൻ പറയുന്നുണ്ടേ. അപ്പോഴത്തേക്കിനും ഒരു വണ്ടിയുടെ സൗണ്ട് ഇങ്ങനെ വിളി കേൾക്കുവാണ്. ഗോവിന്ദേട്ടാ നമ്മൾ കാത്തിരുന്ന അല്ലെങ്കിൽ ഇത്രയും നാൾ ഈ വീട്ടിലേക്ക് വരാതിരുന്ന നമ്മുടെ മരുമകൻ വരുന്നു എന്നിങ്ങനെ പറയുന്നുണ്ട്. കാര്യസാധനത്തിന് വേണ്ടിയിട്ടാകാതിരുന്നാൽ മതിയായിരുന്നു എന്നിങ്ങനെ കനക പറയുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഗോവിന്ദനും പറയുന്നുണ്ട് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ആവാൻ പാടില്ലായിരുന്നു എന്നിങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. വാ മോനെ ഇരിക്ക്. ഞാൻ നവീനെ ഇടയ്ക്ക് വിളിച്ചിരുന്നു. പിന്നെ ഇങ്ങോട്ടേക്ക് വന്നത് അവൾക്ക് എൻ്റെ മേലെയുള്ള വിശ്വാസം ഒന്ന് കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ്. അവൾ എന്നെ എന്ത് പറഞ്ഞിട്ടും വിശ്വസിക്കുന്നില്ലല്ലോ എന്നിങ്ങനെ പറയും. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ട് ഞങ്ങൾക്കും അങ്ങനെ തന്നെയാണ് മോനെ. 7-ാം മാസം വിളിച്ചുകൊണ്ട് വന്നെങ്കിലും ഇടയ്ക്കിടയ്ക്ക് അവളെ വിളിക്കുന്നതും വന്ന് കാണുന്നതും ഒക്കെ അവൾക്കൊരു സന്തോഷമാണ്. വേറെ ആര് അടുത്തുണ്ടെന്ന് പറഞ്ഞാലും അതൊന്നും അതിന് പകരമാവില്ലല്ലോ. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയും അത് ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട് അമ്മ പറഞ്ഞില്ലെങ്കിലും എന്നിങ്ങനെ അഭി പറയുന്നുണ്ട്. അന്നേരം നമ്മുടെ കനക ചോദിക്കുന്നുണ്ട് അവർ പറഞ്ഞിട്ടാണോ നീ ഇങ്ങോട്ടേക്ക് വന്നത്? അല്ല നവി വിളിച്ചപ്പോഴത്തേക്കിനും ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞായിരുന്നല്ലോ, ഏട്ടത്തിനെ അങ്ങോട്ടേക്ക് വിടുന്നില്ലെന്നോ അങ്ങനെ എന്തോ. അപ്പോഴത്തേക്കും നമ്മുടെ ഗോവിന്ദൻ പറയുന്നുണ്ട് ഇപ്പോൾ എന്താണെങ്കിലും തൽക്കാലത്തേക്ക് വിടുന്നില്ലെന്ന് തന്നെയാണ് തീരുമാനം. 7-ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോഴത്തേക്കിനും ആദർശിൻ്റെ അമ്മ മോളോട് പെരുമാറിയതൊക്കെ കണ്ടതല്ലേ. എല്ലാവരും ഒത്തുകൂടുന്ന സമയത്ത് പോലും അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമില്ല. അത് ശരിയാണ്. പക്ഷേ ഏട്ടത്തിയില്ലാത്ത വീട് ഉറങ്ങിയ വീട് പോലെ എന്നാണ് മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയൊന്നും പറയുന്നതുകൊണ്ട് കാര്യമില്ലല്ലോ മോനെ. അമ്മായിയമ്മയ്ക്ക് മരുമകളോട് സ്നേഹമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ജീവിച്ചു പോകാൻ. അതിന് ആദർശേട്ടൻ നന്നായിട്ട് ചേച്ചിനെ ഏട്ടത്തിനെ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്ന് പറയുവേ. അങ്ങനെയാണെങ്കിൽ ആദർശ് മോൻ ഇവിടെ വന്ന് കണ്ടോട്ടെ. അല്ലാതെ അമ്മായിയമ്മ വെറുക്കുന്ന മരുമോളെ അങ്ങോട്ടേക്ക് വിടാൻ ഞങ്ങളിപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്ന് നമ്മുടെ ഗോവിന്ദൻ തറപ്പിച്ച് പറയുന്നുണ്ട്. ഞങ്ങളായിട്ട് ചേർത്ത് വെച്ച ബന്ധമാണ്, രണ്ടായിട്ട് പോകലെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ആദർശ് മോൻ്റെ അമ്മയെ വിഷമിക്കുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ മോളെ ഞങ്ങൾ അങ്ങോട്ടേക്ക് പറഞ്ഞയക്കുന്നില്ല. അതിപ്പോൾ അവിടെ ഉള്ളവർ അംഗീകരിച്ച് തരുമെന്നും തോന്നുന്നില്ല എന്നിങ്ങനെ നമ്മുടെ അഭി പറയുന്നുണ്ടേ. അന്നത്തേക്ക് നമ്മുടെ കനക പറയുന്നുണ്ട് അതിപ്പോൾ ഞങ്ങൾ നോക്കുന്നില്ല. അല്ല നവ്യ എവിടെ എന്ന് അഭി ചോദിക്കുന്നുണ്ട്. അവൾ ഉള്ളിലുണ്ടെന്ന് പറയേ. അന്നത്തേക്കിന് അഭി അങ്ങോട്ടേക്ക് എണീച്ച് പോകുമ്പോഴത്തേക്കിനും നമ്മുടെ കനക പറയുന്നുണ്ട് ഗോവിന്ദേട്ടാ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ട് അമ്മ മോനെ പറഞ്ഞയച്ചതാവോ? പറയാതിരിക്കാൻ പറ്റത്തില്ല, ജലജയും മോനും അല്ലേ. എന്നിട്ട് നമ്മുടെ അഭി റൂമിൻ്റെ അകത്തോട്ട് വരുമോ കേട്ടോ. അപ്പോഴത്തേക്കും നവ്യ ഇങ്ങനെ ബെഡ്റൂമിൽ ഇരിക്കുകയാണ്. അപ്പോഴത്തേക്കിനും ഇങ്ങനെ നോക്കുമ്പോഴത്തേക്കിനും നവ്യ ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അഭി വന്നത് കാണുന്നില്ലേ. അപ്പോഴത്തേക്കിന് ഹലോ എന്ന് പറയേ. നിങ്ങോ? വാന്ന് പറയേ. ഞാൻ വിളിക്കില്ലല്ലോ വരത്തില്ലല്ലോ എന്നൊക്കെ ഇല്ലായിരുന്നു പരാതി. ഇതാ ഞാനിപ്പോൾ നേരിട്ട് തന്നെ വന്നിരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും കാര്യസാധ്യത്തിനാണോ വന്നത്? കാര്യസാധ്യത്തിനാണെങ്കിൽ നിൻ്റെ അച്ഛൻ എന്താ കോടീശ്വരനാണോ? ഞാനൊരു 50 ലക്ഷം ചോദിക്കട്ടെ എന്നിങ്ങനെ നവ്യയോട് ചോദിക്കുന്നുണ്ട്. അല്ല നീ സ്നേഹിക്കുമ്പോൾ ഭയക്കണം അതുകൊണ്ടാണെന്ന് പറയാം. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട് എന്നാൽ പിന്നെ ഞാൻ ഇനി ഫോൺ എടുക്കാതിരിക്കാം, ഇങ്ങോട്ടേക്ക് വരാതിരിക്കാം. അപ്പം കഴിയുമോ പ്രശ്നം? പിന്നെ നമ്മുടെ നവ്യാണെങ്കിൽ മുല്ലപ്പൂവിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട് അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ, എൻ്റെ വിട് നവ്യ എന്നിങ്ങനെ പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഫോൺ വിളിച്ചപ്പോഴത്തേക്കിനും നമ്മുടെ നയനയുടെ കാര്യം നിന്നോട് പറഞ്ഞിരുന്നല്ലോ, അപ്പോൾ അതിനെപ്പറ്റി അറിയുന്നതിന് വേണ്ടിയിട്ടാണോ നിൻ്റെ അമ്മ നിന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടത് എന്നിങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കുത്തി ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അഭി പറയുന്നുണ്ട് നിനക്ക് അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ആണെങ്കിൽ ഞാൻ വരുന്നില്ല, ഇനി 2 മാസം കൂടെ അല്ലേ ഉള്ളൂ പ്രസവത്തിന്. അപ്പോൾ ആ ഒരു സമയം വരെ നീ മനസ്സമാധാനത്തോടെ
ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് എന്ന് പറയുക, അല്ലാതെ വേറൊന്നിനും വേണ്ടിയിട്ടല്ലെന്നൊക്കെ അബി ഇങ്ങനെ പറയുന്നുണ്ടേ. ഇപ്പം അമ്മ പറഞ്ഞിട്ടൊന്നും അല്ല ഞാൻ വന്നത്, അമ്മ അറിയാതെ തന്നെയാണ് വന്നത്. ഇനിയിപ്പോൾ ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുന്ന സമയത്ത് ഞാനിങ്ങനെ കള്ളത്തരങ്ങളൊന്നും പറയത്തില്ല. ജനിച്ച് കഴിഞ്ഞതിന് ശേഷം 100% ഞാൻ മാറിയതായിട്ട് നിനക്ക് തോന്നും, ഉറപ്പാണ്. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ നവ്യയ്ക്ക് ഒരുപാട് സന്തോഷമാവുന്നുണ്ട് കേട്ടോ. നീ ഇരിക്കെ, ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. വേണ്ടെന്ന് പറയേ. അത് പറ്റത്തില്ല, ഞാൻ ജ്യൂസ് എടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് നവ്യ ജ്യൂസ് എടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടേ. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അബി കാറുമായിട്ട് ഒരു സ്ഥലത്ത് പോവാം കേട്ടോ. എന്നിട്ട് കാറൊക്കെ നിർത്തിയിട്ട് അങ്ങോട്ടേക്ക് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും അബി എന്ന് പറഞ്ഞിട്ട് പുറകിൽ നിന്നൊരു വിളി വരുവേ. അപ്പോഴത്തേക്കിനും അബി ഇങ്ങനെ തിരിഞ്ഞ് നോക്കിയിട്ട് പറയൂ, ഞാൻ ആരെയാണോ കാണരുതെന്ന് വിചാരിച്ചത് അവരുടെ മുന്നിൽ തന്നെ വന്ന് പെട്ടല്ലോ എന്ന് പറയുവേ. അപ്പോഴത്തേക്കും നമ്മുടെ അനക്ക് ചോദിക്കുന്നുണ്ട്, എന്തായി നമ്മളുടെ തീരുമാനം എന്തായെന്നൊക്കെ ചോദിക്കുവേ. അതോ നീ കല്യാണത്തിൻ്റെ കാര്യങ്ങളുമൊക്കെ ആയിട്ട് മുന്നോട്ട് പോവുകയാണോ ചോദിക്കും. അല്ല, നമ്മുടെ മോളെ ഏറ്റെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പ്ലാൻ ചെയ്യാമെന്ന് പറയേ. അപ്പം കല്യാണം എന്നത്തേക്കിനാണ് ഫിക്സ് ചെയ്യുന്നതെന്ന് ഇങ്ങനെ ചോദിക്കുമ്പോഴത്തേക്കിനും ചിങ്ങം 10 ഇങ്ങനെ അബി പറയുന്നുണ്ടേ. അന്നേരത്തേക്കും നമ്മുടെ അനഘ പറയുന്നുണ്ട്, പറഞ്ഞതുപോലെ ആ സമയത്ത് കുഞ്ഞുമായിട്ട് ഞാൻ മണ്ഡപത്തിലേക്ക് വരേണ്ടി വരുമോ എന്നിങ്ങനെ ചോദിക്കുവാണേ. എൻ്റെ കഴുത്തിൽ താലിയൊന്നും ഇല്ല, പക്ഷേ അതിന് കഴിഞ്ഞ് വളരെ വലിയൊരു തെളിവ് തന്നെ എൻ്റെ കയ്യിലുണ്ട്. അന്നത്തെ ദിവസം ഞാൻ കുഞ്ഞുമായിട്ട് വന്നു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം കൊണ്ട് തന്നെ നിൻ്റെ കെട്ട് മുടങ്ങും എന്ന് മാത്രമല്ല, നിങ്ങളുടെ മുത്തശ്ശൻ്റെ മുഖത്തേൽക്കുന്ന അടിയായിരിക്കും ആ സംഭവം എന്നിങ്ങനെ അനഘ പറയുവാണേ. നീ എന്താ പറയുന്നത്, അതിലേക്കൊന്നും ഞാൻ കാര്യങ്ങളൊന്നും എത്തിക്കത്തില്ല എന്ന് പറയുന്നുണ്ട്. നീ എന്നെ ഒന്ന് വിശ്വസിക്കാനൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനൊക്കെ പറയുന്നുണ്ട്, ഈ ലോകത്ത് വിശ്വാസം ഇല്ലാത്ത ഒരാളേ ഉള്ളൂ, അത് നീയാണെന്നൊക്കെ പറയുന്നുണ്ടേ. നിൻ്റെ ജീവിതം തകർക്കാനൊന്നും അല്ല ഞാൻ വന്നത്, എൻ്റെ നിസ്സഹായാവസ്ഥ കൊണ്ടാണ്. എന്നാൽ കുഞ്ഞിൻ്റെ അച്ഛൻ ജീവിച്ചിരിക്കുമ്പോൾ അവളെ അനാഥാലയത്തിലേക്ക് തള്ളാനൊന്നും എനിക്ക് പറ്റത്തില്ല, അതുകൊണ്ടാണെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ടേ. അതിനുശേഷം അങ്ങനെ ആനൊക്കെ ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്നെ കല്യാണത്തിനൊന്നും വിളിക്കുന്നില്ലെന്ന് ചോദിക്കുക. അത് പിന്നെ എന്നിങ്ങനെ പറയും കേട്ടോ അബി. നീ എന്നെ കല്യാണത്തിന് വിളിച്ചാലും വിളിച്ചില്ലെങ്കിലും ഞാൻ വരും, നല്ല രീതിയിലാണെങ്കിൽ ഞാൻ വരും, ഭക്ഷണം കഴിക്കും, ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ പോകും. എന്നാൽ നീ അതിന് മുന്നേ മാറ്റങ്ങളൊന്നും വരുത്തിയില്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുക തന്നെ ചെയ്യും. എൻ്റെ മോളാണ് എനിക്ക് പ്രശ്നം, എനിക്ക് ആയുസ് കുറവാണല്ലോ. എന്താണെങ്കിലും ഞാൻ പോയി കഴിയുമ്പോൾ എന്നെ കെട്ടിയാലും നീ വീണ്ടും പിന്നീട് കെട്ടേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മാരേജ് ഒന്നും എനിക്കൊരു വിഷയമല്ല, എൻ്റെ മോള് തന്നെയാണ് എൻ്റെ പ്രശ്നം, അത് നീ പരിഹരിച്ചേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് നമ്മുടെ അനഘ അങ്ങോട്ടേക്ക് പോകുന്നത്. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനന്തപുരി തറവാടിൻ്റെ ഉമ്പറത്ത് ഇങ്ങനെ ദേവയാനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇലയ്ക്കും മുള്ളിലും കേടില്ലാത്ത രീതിയിൽ നയനനെ വിളിച്ചുകൊണ്ട് വരണം. അതൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കിനാണ് നമ്മുടെ ആദർശ് ഇങ്ങനെ ഇറങ്ങി വരുന്നത് കേട്ടോ. എടാ മോനെ, നിൻ്റെ ആ ഭാര്യയ്ക്ക് മാത്രമല്ല അഹങ്കാരം, നിൻ്റെ വീട്ടുകാർക്കും അഹങ്കാരം കൂടിയിരിക്കുകയാണ്. അതെന്താ അമ്മ അങ്ങനെ പറഞ്ഞത്? നിൻ്റെ 7ാം മാസത്തെ ചടങ്ങിന്, നവ്യയുടെ 7ാം മാസത്തെ ചടങ്ങ് നടക്കുമ്പോൾ ഞാൻ എന്തോ അവളോട് മോശമായിട്ട് വർത്തമാനം പറഞ്ഞു എന്നൊക്കെയാണ് വീട്ടുകാർ പറയുന്നത്. ഞാൻ എപ്പോൾ സംസാരിക്കുന്നത് എങ്ങനെയാണോ അതുപോലെ തന്നെയല്ലേ ഞാൻ സംസാരിച്ചത്, അതിലൊരു മാറ്റവും ഇല്ല. പക്ഷേ അവരിപ്പോൾ പറയുന്നത് നയനനെ ഇങ്ങോട്ടേക്ക് വിടുന്നില്ലെന്നാണ് എന്നിങ്ങനെ പറയുവേ. അപ്പം നമ്മുടെ ആദർശം ചോദിക്കുന്നുണ്ട് കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നയനനെ വിടത്തില്ലെന്ന് തന്നെയാണ് അവരുടെ ഉദ്ദേശം എന്നിങ്ങനെയൊക്കെ ചോദിക്കുവേ. അതേന്ന് പറയേ. അപ്പോൾ പിന്നെ ദേവയാനി പറയും, എന്തൊക്കെ പറഞ്ഞാലും നിൻ്റെ വാക്കാണ് അവസാനത്തെ വാക്ക്, നീ അവളെ ചെന്ന് കാര്യങ്ങൾ പറഞ്ഞ് ധരിപ്പിക്കണം, എന്നിട്ട് അവളുടെ മേലെയുള്ള പൂർണ്ണ അധികാരം നിനക്ക് തന്നെയാണ്. നീ വിളിച്ചുകൊണ്ട് വരികയാണെങ്കിൽ നിനക്ക് വരാം. നേരത്തെ അവളുടെ വീട്ടിൽ പോയി നിന്നപ്പോൾ ഞാൻ പോയി വിളിച്ചുകൊണ്ട് വന്നായിരുന്നല്ലോ, അപ്പം അങ്ങനെ ഞാനിനി പോയി വിളിച്ചുകൊണ്ട് വരും എന്നായിരിക്കും അവരുടെ വിചാരം. ഏതൊക്കെയാലും അമ്മ പോയി അവളെ വിളിച്ചുകൊണ്ട് വന്നതല്ലായിരുന്നോ. അപ്പോൾ 7ാം മാസം വന്നപ്പോഴത്തേക്കിനും കുറച്ചുകൂടെ നല്ല രീതിയിൽ അമ്മയ്ക്ക് അവരോട് സംസാരിക്കായിരുന്നു എന്നിങ്ങനെ ആദർശ് പറയുന്നുണ്ട്. എന്നെ കൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കാനേ പറ്റുള്ളൂ എന്നിങ്ങനെ പറയുവേ. നീയല്ലേ ഭർത്താവ്, നീ പോയി വിളിച്ചിട്ട് വാ. നീ വിളിച്ചിട്ട് വന്നില്ലെങ്കിൽ അവൾ അവിടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അപ്പം നമ്മുടെ ആദർശ് പറയുന്നുണ്ട്, അവൾ സ്ഥിരമായിട്ട് അവളുടെ വീട്ടിൽ തന്നെ നിന്ന് കഴിഞ്ഞാൽ അത് പലർക്കും വിഷമമാവും അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനൊന്നും അംഗീകരിച്ചു കൊടുക്കാൻ പറ്റത്തില്ല ആദർശേ. നയനയോട് ഞാൻ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കിനും അവളുടെ അമ്മ തട്ടിപ്പറിച്ച് മേടിച്ചിട്ടാണ് അധികാരത്തോടു കൂടി അവളുടെ അമ്മ എന്നോട് സംസാരിച്ചത്. അവളെ ഇങ്ങോട്ടേക്ക് വിടത്തില്ലെന്ന് അവളുടെ അമ്മയെ സംസാരിച്ചു. അപ്പോൾ അമ്മയെ സംസാരിച്ചു എന്നിങ്ങനെ ചോദിക്കുവാണ് ആദർശ്. സംസാരിച്ചു എന്ന് മാത്രമല്ല, കനകയുടെയും അവളുടെ ഭർത്താവിൻ്റെയും തീരുമാനം എന്നോട് പറയുകയും ചെയ്തു. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശ് പറയാം, ഞാൻ ഇപ്പം തന്നെ പോകാം അമ്മയെന്ന് പറയേ. അപ്പം നമ്മുടെ ദേവേനെ പറയുന്നുണ്ട്, പോകുന്നൊക്കെ കൊള്ളാം, അവിടെ ചെന്ന് അവളുടെ കാലൊന്നും പിടിക്കാൻ നിന്നേക്കല്ലേ. നീ വിളിച്ചിട്ടും അവൾ വന്നില്ലെങ്കിൽ അവൾ അവിടെ തന്നെ നിന്നോണം എന്നിങ്ങനെ അങ്ങ് വിചാരിച്ചേക്കണം എന്ന് പറയുവേ. ഞാൻ വിളിച്ചെന്ന് അവൾ വരാതിരിക്കത്തില്ല അമ്മേ, അത് ഉറപ്പാന്ന് പറഞ്ഞിട്ട് ആദർശ് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോകും കേട്ടോ. അപ്പോൾ ദേവേനെ ഇങ്ങനെ മനസ്സിൽ വിചാരിച്ചിരിക്കുകയാണ്, അതുതന്നെയാണ് എൻ്റെ വിശ്വാസം. എന്നിട്ടിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്, മോളും ഇപ്പോൾ വിഷമത്തിലായിരിക്കും എന്നിങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ചാനൽ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. താങ്ക്